യൂണിറ്റ് 7 ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഭാഗം 1. ഗതാഗത ആശയവിനിമയ രംഗത്ത് കാലാന്തരത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. തന്നിരിക്കുന്ന വാർത്താ കൊളാഷ് ശ്രദ്ധിക്കൂ. ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിലെത്തിച്ചു. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. വ്യത്യസ്തമായ 3 വാർത്തകൾ. ആദ്യത്തേതെന്താണ്? ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യതയുണ്ട്, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. രണ്ടാമത്തേത്, ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിലെത്തിച്ചതിനെ കുറിച്ചാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അടുത്തതോ, പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിനായി ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ്. ഈ വാർത്തകളെല്ലാം എന്താണ് പറയുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിൽ എത്തിച്ചത് എങ്ങനെയാണ്? എയർ ആംബുലൻസിലാണല്ലേ കൊച്ചിയിൽ എത്തിച്ചത്. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയെല്ലാമായിരിക്കും? ടെലിവിഷനിലൂടെ, പത്രങ്ങളിലൂടെ, റേഡിയോയിലൂടെ. ഇവയെല്ലാം എന്താണ്? ആശയവിനിമയ സംവിധാനങ്ങളാണ്. ടെലിവിഷനും പത്രങ്ങളും റേഡിയോയും കൂടാതെ ഓൺലൈൻ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളൊക്കെ വഴി വളരെ പെട്ടെന്ന് ഇക്കാലത്ത് ആശയവിനിമയം സാധ്യമാകും. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായത് എങ്ങനെയാണ്? ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ സഹായത്താലാണ്. പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന ഈ സന്ദർഭങ്ങളെല്ലാം നിത്യജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കുന്നവയാണ്. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറാൻ കഴിയുന്നു. ഗതാഗത സംവിധാനത്തിൽ വന്ന പുരോഗതി ഇക്കാലത്ത് ഒരു വ്യക്തിയെ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നിശ്ചിത മണിക്കൂറുകൾ കൊണ്ട് എത്തിക്കും. അങ്ങനെ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് നൂതനങ്ങളായ ഗതാഗത സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ചരക്കുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിലും ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറാൻ കഴിയുന്നു. അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നത് ഇന്ന് തന്നെ നമുക്ക് അറിയാൻ മാർഗങ്ങളുണ്ട്. ഗതാഗതത്തിൽ കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഗതാഗതം. തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. നീനുവിൻ്റെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിലെ ഒരു പേജാണ് നൽകിയിരിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിലെ ഗതാഗത വികാസത്തെക്കുറിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണിവ. സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തൂ. ഏതൊക്കെ വാഹനങ്ങളാണ്? പല്ലക്ക്, സ്കൂൾ റിക്ഷ, സൈക്കിൾ റിക്ഷ, ബസ്, ഡബിൾ ഡക്കർ ബസ്, കാർ എന്നീ വാഹനങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന വാഹനങ്ങളെല്ലാം ഇന്ന് പ്രചാരത്തിലുള്ളവയാണോ? അല്ല അല്ലേ? പല്ലക്ക് ഇന്ന് പ്രചാരത്തിലുണ്ടോ? ഇല്ല. സ്കൂൾ റിക്ഷ ആണോ ഉപയോഗിക്കുന്നത്? സ്കൂൾ ബസ്സുണ്ട്. സൈക്കിൾ റിക്ഷ നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രചാരത്തിലില്ല. ബസ് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഡബിൾ ഡക്കർ ബസ് കേരളത്തിൽ എല്ലായിടത്തും പ്രചാരത്തിലില്ല.
ചില വാഹനങ്ങൾ പ്രചാരത്തിലില്ല, മറ്റു ചില വാഹനങ്ങൾക്ക് രൂപമാറ്റമൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. എന്താണ് വാഹനം? വഹിച്ചുകൊണ്ടു പോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. വഹിച്ചുകൊണ്ടു പോകുന്ന ഉപകരണം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. യന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്നതും യന്ത്രം കൊണ്ട് പ്രവർത്തിക്കാത്തതുമായ സംവിധാനങ്ങൾ, അവയാണെന്ത്? വാഹനങ്ങൾ. എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിനും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പണ്ടുകാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന്, ചരക്കുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്, പിന്നെയോ അടിയന്തര സേവനങ്ങൾക്ക്, കൃഷിക്ക്, സാഹസിക വിനോദം. എന്താണ് സാഹസിക വിനോദം? അപകട സാധ്യതയുള്ള യാത്രകൾ, അവയാണ് സാഹസിക വിനോദം എന്ന് പറയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, ഇവയ്ക്കെല്ലാം ഇന്ന് മനുഷ്യൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കാം നിറവേറ്റിയിട്ടുണ്ടാവുക? ചിത്രം നോക്കൂ. കാൽനടയായി പോകുന്നു, ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോകുന്നു, മൃഗങ്ങളുടെ പുറത്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനെയെല്ലാമാണ് വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് മനുഷ്യർ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. ഇത്തരം മാർഗങ്ങളുടെ പരിമിതികൾ എന്തെല്ലാമായിരിക്കും? വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യാധ്വാനം കൂടുതലായി വേണ്ട മാർഗങ്ങളാണ് ഇവയെല്ലാം. പിന്നെയോ യാത്രകൾ ദുഷ്കരമായിരുന്നു, കാലതാമസവും നേരിട്ടിരുന്നു. തലച്ചുമടായി എത്ര ദൂരം ഒരു മനുഷ്യന് ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയും? അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. മനുഷ്യാധ്വാനം കൂടുതൽ വേണം, കാലതാമസവും എടുക്കും. അപ്പോൾ ഇവയെല്ലാം ആയിരുന്നു ഇതുപോലെയുള്ള മാർഗങ്ങളുടെ പരിമിതികൾ. ഈ പരിമിതികൾ മറികടക്കുന്നതിനാണ് മനുഷ്യർ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് എന്താണ്? ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. എങ്ങനെയാണ് ചക്രങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം വാഹനം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളകളെ ചെറുതാക്കി ചെറുതാക്കി ചക്രങ്ങളാക്കി. എങ്ങനെയാണ്? ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകും, ഉരുട്ടിക്കൊണ്ടുപോയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെയാണ് ചെറുതാക്കി ചെറുതാക്കി ഏത് രൂപത്തിലാക്കിയത്? ചക്രത്തിന്റെ രൂപത്തിൽ ആക്കിയത്. ചിത്രം നോക്കൂ. വലിയൊരു മരത്തടി നീക്കിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണ്? അതിന് താഴെയായി ചെറിയ ഉരുളൻ മരത്തടികൾ വെച്ചിട്ട് നിരക്കി നീക്കി കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൊണ്ടുപോകുന്നതിലൂടെ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അങ്ങനെയാണ് പിന്നീടത് ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിവെച്ചത്. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 4500 വർഷം പഴക്കമുണ്ട്. എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ ചക്രം നിർമ്മിച്ചിരുന്നത്. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. മുൻപുണ്ടായിരുന്ന ചക്രത്തിൽ നിന്ന്
രൂപമാറ്റം സംഭവിച്ച് ഇപ്പോഴെവിടം വരെയാണ് എത്തി നിൽക്കുന്നത്? റബ്ബർ കൊണ്ടുള്ള ടയറിൽ എത്തി നിൽക്കുന്നു. ചക്രത്തിന്റെ കണ്ടുപിടുത്തം പാതകളുടെ നിർമ്മാണത്തിന് കൂടി വഴിവെച്ചു. ചക്രം ഉരുട്ടിക്കൊണ്ടു പോവാൻ തടസ്സങ്ങളില്ലാത്ത വഴി വേണമല്ലേ? അങ്ങനെയാണ് വഴിയുടെ നിർമ്മാണത്തിലേക്ക് ചക്രത്തിന്റെ കണ്ടുപിടുത്തം നയിച്ചത്. പഴയ കാലത്ത് വിവിധ രീതിയിൽ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നു. മെസപ്പൊട്ടോമിയയിൽ എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. മെസപ്പൊട്ടോമിയക്കാർ എങ്ങനെയാണ് ചക്രം നിർമ്മിച്ചിരുന്നത്? 3 കഷണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു അവർ ചക്രം നിർമ്മിച്ചിരുന്നത്. പിന്നീട് ആരാണത് കൂടുതൽ മെച്ചപ്പെടുത്തിയത്? ഈജിപ്തുകാരും റോമാക്കാരും. കാലാന്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചക്രത്തിലേക്ക് ചക്രത്തിന്റെ കണ്ടുപിടുത്തം വളർന്നു. തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? മനുഷ്യൻ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടിയിൽ ചരക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. രണ്ടാമത്തേതിലോ? വാഹനത്തിൽ ചക്രം ഘടിപ്പിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നു. മൂന്നാമത്തേതിലോ? മൃഗം വലിച്ചു കൊണ്ടുപോകുന്ന ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനം, അതിൽ ആരാണ് യാത്ര ചെയ്യുന്നത്? മനുഷ്യൻ യാത്ര ചെയ്യുന്നു. നാലാമത്തെ ചിത്രത്തിലോ? വാഹനം വലിച്ചു കൊണ്ടുപോകുന്നത് മൃഗമാണ്, മനുഷ്യനും യാത്ര ചെയ്യുന്നു, കൂടെ ചരക്ക് നീക്കവും സാധ്യമാകുന്നു. ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചുവെന്നാണ് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത്. ഇവയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളിൽ മനുഷ്യർ യാത്ര ചെയ്തിരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളിൽ മനുഷ്യർ യാത്ര ചെയ്യുന്നതോടൊപ്പം സാധനങ്ങളും കൊണ്ടുപോയിരുന്നു. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ആദ്യം ഒരു വലിയ മാറ്റം ഉണ്ടായത് എപ്പോഴാണ്? ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് വലിയൊരു മാറ്റമുണ്ടായത്. പിന്നീട് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉള്ള വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ആദ്യം കണ്ടുപിടിച്ചു. ആ യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെയാണ് ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താനും തുടങ്ങി. ചക്രങ്ങളുടെ കണ്ടെത്തൽ മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ചക്രങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണല്ലോ ആദ്യത്തെ ഒരു വലിയ മാറ്റം ഉണ്ടായത്. എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? സഞ്ചാരം വേഗത്തിലായി, അധ്വാന ഭാരം കുറഞ്ഞു, കൂടുതൽ ദൂരം സഞ്ചരിക്കാം, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാം, ഭാരനീക്കം എളുപ്പമാക്കി. അങ്ങനെ ഗതാഗതം എളുപ്പമായി. എന്താണ് ഗതാഗതം? ഗതാഗതം എന്നത് ആളുകൾ, ചരക്കുകൾ, മൃഗങ്ങൾ എന്നിവ ഒരിടത്തു നിന്ന്
മറ്റൊരിടത്തേക്ക് നീക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? ആളുകൾ, ചരക്കുകൾ, മൃഗങ്ങൾ എന്നിവയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഗതാഗതമെന്ന് പറയുന്നത്. ഗതാഗതം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഗതാഗത മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഗതാഗത മാർഗങ്ങൾ 3 തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളുണ്ട്. കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. ഏതെല്ലാം തരത്തിലാണ്? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം എന്നിങ്ങനെ 3 ഗതാഗത മാർഗങ്ങൾ ഉണ്ട്. എന്താണ് കരഗതാഗതം? കരയിലൂടെയുള്ള ഗതാഗതമാണല്ലേ. കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. കരഗതാഗതത്തിൽ തന്നെ 2 പ്രധാന ഗതാഗത മാർഗങ്ങളുണ്ട്. ഏതെല്ലാമാണ്? നോക്കൂ, റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. ഏതെല്ലാമാണ്? റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. എന്താണ് റോഡ് ഗതാഗതം? വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാതകൾ വേണമല്ലോ. വേണം. സഞ്ചാരപാതകൾ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ആദ്യം എങ്ങനെയായിരുന്നു? ഒറ്റയടിപ്പാതയായിരുന്നു. മനുഷ്യൻ കാൽനടയായി നടന്നു പോകുന്ന കാലത്ത് ഒറ്റയടിപ്പാതയായി. പിന്നെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ചക്രങ്ങൾ കണ്ടുപിടിച്ചതോടെ അത് മൺപാതയിലേക്ക് മാറി. പിന്നീടോ? പിന്നീട് കല്ല് പാകിയ പാതയിലേക്ക് മാറി. അതിനുശേഷമോ? കോൺക്രീറ്റ് പാതകളായി. പിന്നീട് ടാർ ചെയ്ത പാതയിലേക്ക് മാറി. ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. അന്ന് ചക്രങ്ങൾ എങ്ങനെയായിരുന്നു? ചക്രങ്ങൾ കണ്ടുപിടിച്ചത് മരം കൊണ്ടായിരുന്നു ചക്രങ്ങൾ. ഇന്നെങ്ങനെയാണ്? റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് ചക്രങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ പാതകളിലും മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ആദ്യം ഒറ്റയടിപ്പാത, പിന്നീട് മൺപാത, പിന്നീട് കല്ല് പാകിയ പാതകൾ വന്നു, കോൺക്രീറ്റ് പാതകൾ വന്നു, ടാർ ചെയ്ത പാതകൾ വന്നു. ആദ്യകാല വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളായിരുന്നു. അപ്പോൾ മൺപാതകൾ മതിയായിരുന്നു. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് സഞ്ചരിക്കുന്നതിനും ചക്രവണ്ടികളാണെന്നവർ ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വണ്ടികളും വന്നു. അപ്പോൾ പാതകൾക്കും മാറ്റം സംഭവിച്ചു. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ ജെ.എൽ. മക് ആദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് എന്ന് തുടക്കമിട്ടു? 1820 തന്നെ തുടക്കമിട്ടു. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകളെന്ന് അറിയപ്പെട്ടു. എങ്ങനെയാണ് അവ നിർമ്മിച്ചിരുന്നത്? കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തും വ്യത്യസ്ത തരത്തിലുള്ള പാതകളുണ്ട്. ഏതെല്ലാമാണവ? ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ദേശീയ പാതകളുണ്ട്, എക്സ്പ്രസ് ഹൈവേകളുണ്ട്. എക്സ്പ്രസ് ഹൈവേകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ റോഡുകളാണ്. ഗ്രാമീണ പാതകളോ? ചെറിയ കോൺക്രീറ്റ് പാതകൾ, മൺപാതകൾ മുതലായവയാണ് ഗ്രാമീണ പാതകൾ. ഇന്ത്യയിലെ പാതകൾ എത്ര തരമാണ്? 4 തരമുണ്ട്. ദേശീയ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ജില്ലാ ഹൈവേകളുണ്ട്, ഗ്രാമീണ പാതകളുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതെല്ലാമാണെന്ന് നോക്കൂ. സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഇന്ത്യയുടെ മാപ്പിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ.
ഏതെല്ലാം സ്ഥലങ്ങളെയാണ് അത് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. 12 സംസ്ഥാനങ്ങളിലൂടെ ഈ പാത കടന്നു പോകുന്നു. ഈ പാതയുടെ പേരെന്താണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അഥവാ സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണിത്. അടുത്തത് നോക്കൂ. വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയോ സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ 4 അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന പാതകളാണ്. വടക്കിനെയും തെക്കിനെയും കൂട്ടിമുട്ടിക്കുന്നത് ശ്രീനഗർ കന്യാകുമാരി വടക്ക് തെക്കിടനാഴി. കിഴക്കിനെയും പടിഞ്ഞാറിനെയും കൂട്ടിമുട്ടിക്കുന്നത് സിൽച്ചാർ പോർബന്തർ. ഇന്ത്യയിലെ പ്രധാന ഹൈവേകളാണിവ. ഇനി ഏതെല്ലാം ഉണ്ട്? ദേശീയപാതകൾ. എന്താണ് ദേശീയപാതകൾ? രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളെയും പ്രധാന ഭാഗങ്ങളെയും സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ദേശീയപാതകൾ. ഇവയിൽ ചിലത് ഇന്ത്യയെ ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ മുതലായ അയൽ രാജ്യങ്ങളുമായും ബന്ധിപ്പിക്കുന്നു. ദേശീയപാതകളുടെ പരിപാലനം കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. എന്താണ് ദേശീയപാതകൾ? സംസ്ഥാന തലസ്ഥാനങ്ങളെയും പ്രധാന ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ദേശീയപാതകൾ. സംസ്ഥാന പാതകളോ? ദേശീയപാതകളെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന റോഡുകളാണ്. ദേശീയപാതകളെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന റോഡുകളാണ് സംസ്ഥാന പാതകൾ. ജില്ലാ ഹൈവേകളോ? ജില്ലയിലെ പ്രധാന റോഡുകളാണ് ജില്ലാ ഹൈവേകൾ. ഈ റോഡുകൾ ഒരു ജില്ലയിലെ പ്രധാന റോഡുകളെ സംസ്ഥാനത്തെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കുന്നു. ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ആരായിരിക്കും? ജില്ലാ ഭരണകൂടമായിരിക്കും. ഗ്രാമീണ പാതകളോ? ഒരു ഗ്രാമത്തെ മറ്റൊന്നുമായും വിവിധ ഗ്രാമങ്ങളെ ജില്ലയിലെ പ്രധാന റോഡുകളുമായും ബന്ധിപ്പിക്കുന്നു. ഗ്രാമീണ പാതകളുടെ പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഥവാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവ. ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ച് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. പഴയതും പുതിയതുമായ വിവിധ വാഹനങ്ങളുടെയും പാതകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കൂ. റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ആദ്യകാലത്ത് ഗതാഗതത്തിനായി മനുഷ്യർ വലിക്കുന്ന വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതിന് അധ്വാനം കൂടുതലും കാലതാമസം നേരിടുകയും ചെയ്യുമായിരുന്നു. പിന്നീട് കാള, കുതിര തുടങ്ങിയ മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. സൈക്കിളിൻ്റെ വരവ് ഗതാഗതം അല്പം വേഗത്തിലാക്കിയെങ്കിലും അവിടെയും മനുഷ്യാധ്വാനം വേണ്ടിയിരുന്നു. എന്നാൽ യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവ് ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. സ്കൂട്ടർ പോലുള്ള ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ, കാർ തുടങ്ങിയ വാഹനങ്ങളും ഗതാഗതം സുഗമമാക്കുന്നതോടൊപ്പം മനുഷ്യപ്രയത്നം കുറച്ചു. ചരക്കു നീക്കത്തിന് ഉപയോഗിക്കുന്ന ലോറി പോലെയുള്ള വാഹനങ്ങൾ വന്നതോടെ വ്യാപാര വ്യവസായ രംഗം മെച്ചപ്പെട്ടു. സാധാരണ ജനങ്ങളുടെ ദൂരയാത്രകളെ സുഗമമാക്കാൻ ബസ്സുകൾക്ക് കഴിഞ്ഞു. വാഹനങ്ങളുടെ വികാസത്തോടൊപ്പം സഞ്ചാരപാതകളിലും പുരോഗതി ഉണ്ടായി. ഇവയെല്ലാമാണ് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങൾ. ഇനി നോക്കൂ, റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്? താരതമ്യേന ചെലവ് കുറവ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. പിന്നെയോ
വിവിധോദ്ദേശ സേവനം, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം തുടങ്ങി അനേകം മേന്മകൾ റോഡ് ഗതാഗതത്തിനുണ്ട്. സൗകര്യപ്രദമാണ്. ഇനി കരഗതാഗതത്തിലുള്ള മറ്റൊരു പ്രധാന ഗതാഗത മാർഗമാണ് റെയിൽ ഗതാഗതം. ഏതു പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. ഇതുവരെ പരിചയപ്പെട്ട ഗതാഗത മാർഗത്തിൽ നിന്ന് റെയിൽ ഗതാഗതത്തിനുള്ള വ്യത്യാസം എന്താണ്? വേഗത കൂടുതലാണല്ലേ? പിന്നെയോ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നു. ഒരേ സമയം കൂടുതൽ ആളുകൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതാണ് റെയിൽ ഗതാഗതത്തിന്റെ പ്രത്യേകത. എവിടെയാണ് ആദ്യമായി ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്? ബ്രിട്ടനിലാണല്ലേ. ആരാണ്? ജോർജ് സ്റ്റീവൻസൺ. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. ഇന്ധനമായി എന്തായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്? കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സാങ്കേതിക വികാസത്തിന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിച്ചു. പിന്നെ ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീവൻസൺ നിർമ്മിച്ച സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ആരാണ് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത്? ജോർജ് സ്റ്റീവൻസൺ ആണ് നിർമ്മിച്ചത്. സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ വരെയുള്ള പാതയിലൂടെയാണ് ആദ്യമായി സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഓടിച്ചത്. ഇതാണ് ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് ആദ്യമായി തുടക്കം കുറിച്ച സംഭവം. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. വിവിധ കാലഘട്ടങ്ങളിലെ തീവണ്ടിയുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടി. രണ്ടാമത്തേതിലോ? പ്രത്യേക ട്രാക്കിലൂടെ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി. മൂന്നാമത്തെ ചിത്രത്തിലോ? യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കൽക്കരി വണ്ടി. അടുത്ത ചിത്രം നോക്കൂ. ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വണ്ടി. അടുത്തതോ? ഇലക്ട്രിക് ട്രെയിൻ ആണ്. മറ്റേത് ബുള്ളറ്റ് ട്രെയിൻ. ഇനി റെയിൽ ഗതാഗതം ഇന്ത്യയിൽ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്നറിയാമോ? ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഈ വിഭവങ്ങളും വസ്തുക്കളുമെല്ലാം തുറമുഖങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. വേണം. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി കടൽ മാർഗമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ വിഭവങ്ങളും വസ്തുക്കളുമെല്ലാം തുറമുഖങ്ങളിലേക്ക് എത്തിക്കണം. അതിനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു. 1853 ആരംഭിച്ചത്. ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെ ആയിരുന്നു. കേരളത്തിലാണെങ്കിലോ
കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. എന്നാണത് ആരംഭിച്ചത്? 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത വന്നത്. ബേപ്പൂർ മുതൽ തിരൂർ വരെ. ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കാനുള്ള കാരണം എന്താണ്? യൂറോപ്യൻസിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും വിഭവങ്ങളുമെല്ലാം അവരുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ തുറമുഖത്തിലേക്ക് കൊണ്ടുപോകണം. കടൽ മാർഗമാണ് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെ. ബോംബെ എന്നാൽ ഇപ്പോഴത്തെ മുംബൈ. കേരളത്തിലേതോ? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? എന്താണ് ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ? വളരെ വിപുലമായ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനങ്ങളിൽ ഒന്ന് ഇന്ത്യയിലേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ആരംഭിച്ച റെയിൽവേ സംവിധാനം ഏതാണ്? മെട്രോ റെയിൽ സംവിധാനമാണ്. മെട്രോ റെയിൽ ആരംഭിച്ചത് എന്തിനാണ്? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ആണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. റെയിൽ ഗതാഗതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? റെയിൽവേ ട്രാക്ക് വേണം, അല്ലേ? തീവണ്ടി ഓടണമെങ്കിൽ റെയിൽവേ ട്രാക്ക് വേണം. പിന്നെയോ റെയിൽവേ വാഗണുകളും എഞ്ചിനുകളും വേണം. റെയിൽവേ ട്രാക്കും റെയിൽവേ വാഗണുകളും എഞ്ചിനുകളും ഉണ്ടെങ്കിൽ മാത്രമേ റെയിൽ ഗതാഗതത്തിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുകയുള്ളൂ. ഇവയിൽ ഒന്നിന്റെ കുറവ് മറ്റ് ഘടകങ്ങളുടെ കാര്യക്ഷമതയെ ബാധിക്കും. റെയിൽവേ ട്രാക്ക് ഇല്ലെങ്കിൽ തീവണ്ടിക്ക് ഓടാനാവില്ല. റെയിൽവേ ട്രാക്ക് മാത്രം മതിയോ? തീവണ്ടിക്ക് എന്ത് വേണം? എഞ്ചിൻ വേണം, വാഗൺ വേണം. എങ്കിൽ മാത്രമേ റെയിൽ ഗതാഗതം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയുള്ളൂ. ഇനി റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ എന്തെല്ലാമാണ്? എന്തെല്ലാം മേന്മകളാണ് റെയിൽ ഗതാഗതത്തിനുള്ളത്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. പിന്നെയോ കൂടുതൽ ചരക്കു നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെയോ മാനവ വിഭവശേഷിയുടെ ചലനാത്മകത വർദ്ധിപ്പിക്കുന്നു. കാർഷിക വിപണി വ്യാപകമാക്കി കാർഷിക മേഖലയെ സഹായിക്കുന്നു. വ്യാപാരത്തിൻ്റെ വികാസം. ഇവയെല്ലാം റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകളാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും റെയിൽ ഗതാഗതമുണ്ടോ? കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് റെയിൽ ഗതാഗതമില്ലാത്ത ജില്ലകൾ കണ്ടെത്തി എഴുതുക. ഏതെല്ലാം ജില്ലകളിലാണ് റെയിൽ ഗതാഗതം ഇല്ലാത്തത്? ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് റെയിൽ ഗതാഗതം ഇല്ലാത്തത്. ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗങ്ങളിലൊന്നായ കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.